ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിക്രമും വർഷയും തിരികെ വീട്ടിലേക്ക് എത്തുന്നതാണ്. സാർ, അവരെത്തിയിട്ടുണ്ടെന്ന് കാസിം പറയുമ്പോൾ വർഷയോട് അകത്തേക്ക് പോയിക്കോളാനായി വിക്രം പറയുന്നു. ബോസിന്റെ ഹണിമൂൺ സമയത്ത് ബോസിനെ ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണമെന്ന് വന്നവർ പറയുമ്പോൾ വിക്രം പറയുകയാണ്, എന്ത് ഹണിമൂൺ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കണമെന്ന് പണ്ടുള്ളവർ പറയില്ലേ, അതേപോലെ തന്നെ ഒന്നാ ഇത്. എനിക്ക് കോടികൾ നഷ്ടം വരുത്തിയവളാ ഇപ്പോൾ എൻ്റെ ഭാര്യയായി വന്ന് കയറിയിരിക്കുന്നത്. അവളെ കൂടെ തന്നെ എനിക്ക് നഷ്ടമായതെല്ലാം എനിക്ക് തിരികെ പിടിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ചതിച്ച പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയ താലി അവളുടെ കൊലക്കയറാണെന്ന് അവൾക്കറിയില്ലല്ലോ. അങ്ങനെ ചതിക്കുന്ന ഒരു സുഖം, അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വിക്രം പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കരുണാകരക്കുറുപ്പിനെയാണ്. എന്തായിടോ, അവളുടെ പുതിയ നീക്കങ്ങൾ എന്തെങ്കിലും കണ്ടുകിട്ടിയോ എന്ന് കുറുപ്പ് പറയുമ്പോൾ ഒന്നും അറിയില്ലെന്ന് പി.എ പറയുകയാണ്. താൻ നല്ല ഉഗ്രൻ സെക്രട്ടറി തന്നെയാണല്ലോടോ എന്ന് കുറുപ്പ് പറയുമ്പോൾ അത് പിന്നെ സാർ, വന്ദനയുടെ അനിയത്തിയുടെ കല്യാണമല്ലായിരുന്നോ? അതിന്റെ തിരക്കുകളൊന്നും ഒഴിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അതേ, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ദന പോയിട്ടില്ല. തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് ഞാൻ തനിക്കിപ്പോൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറുപ്പ് ഹരിതയെ വിളിക്കുന്നു. മോൾക്ക് ഈ സമയത്ത് വിളിച്ചത് ശല്യമായോ എന്ന് കുറുപ്പ് ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ലച്ചാ, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മനോജിന് എത്രയും പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കണം. ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. പുതിയൊരു വീട് വെക്കുന്നതിനായി ചന്ദ്രികാമ്മ പ്രകാശ് ഏട്ടനോട് അല്പം കാശ് ചോദിച്ചിരുന്നു. പ്രകാശ് ഏട്ടനല്ലേ ആള് വീടെടുത്ത് മറിച്ചു വെച്ചില്ലെന്നേ ഉള്ളൂ. നല്ല വഴക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മനോജിന് ഒരു ജോലി വേണം. മനോജ് ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് ഹരിത പറയുമ്പോൾ മോളെ, അതൊക്കെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളല്ലേ. മോള് വന്ദനയുടെ വിശേഷങ്ങൾ പറ. അത് പിന്നെ അച്ഛാ, വന്ദനേച്ചി രാജീവ് സാറിന്റെ കേസ് അന്വേഷിക്കാനായി ഒരു സമർത്ഥനായ വക്കീലിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കുറുപ്പും സെക്രട്ടറിയും ഞെട്ടലോടെ നിൽക്കുന്നു. എന്തൊക്കെയായാലും കേസിൽ നിന്നും പിന്മാറില്ലെന്നാ ചേച്ചി പറയുന്നത്. അത് നല്ല കാര്യം തന്നെയാ മോളെ. എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കുറുപ്പ് കോള് കട്ട് ചെയ്യുന്നു. പണി പാളുന്ന ലക്ഷണമാണല്ലോ കുറുപ്പ് സാറേ, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് സെക്രട്ടറി ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ദിയമോൾക്ക് നിർബന്ധിച്ച് ആഹാരം കൊടുക്കുന്ന വന്ദനയാണ്. മോളെ, അമ്മയ്ക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് വന്ദന പറയുന്നു. അതേസമയം വസന്ത അങ്ങോട്ടേക്ക് വരികയാണ്. എങ്ങനെ വളരേണ്ട കുഞ്ഞാ, അതിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ദിയമോളുടെ അടുത്ത് ചെന്ന് വസന്ത പറയുകയാണ്. കണ്ടില്ലേ, ഭിക്ഷക്കാരിയെ പോലെ നടന്ന വർഷ ഇപ്പോ പണക്കാരിയായി. സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണ കൊച്ചോ അന്നത്തിനു വേണ്ടി ഏരെന്ന് ജീവിക്കുന്നു. ഈ നശിച്ച സാധനത്തിനെ കൊണ്ടുവന്നപ്പോ തൊട്ടാ നിന്റെ ജീവിതത്തില് ശനിദശ തുടങ്ങിയത്. കല്യാണം കഴിക്കാതെ ഒക്കത്തൊരു കൊച്ചിനെ കൊണ്ട് നടക്കുന്നവളെ ആര് കെട്ടാൻ വരുമെന്ന് വസന്ത ചോദിക്കുമ്പോ വന്ദന ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങളെ നിർത്തുന്നുണ്ടോ? ഇത്രയും നാളും ഞാൻ നിങ്ങളോട് മാന്യത വിട്ട് പെരുമാറിയിട്ടില്ല. കല്യാണം കഴിഞ്ഞു പോയിട്ട് പാവം അച്ഛനെയും അമ്മയും പിടിഞ്ഞെടുക്കാനല്ലാതെ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? നീ കൂടുതൽ ശീലാവധി ചമേണ്ട, നിന്റെ സ്വഭാവമെല്ലാം നാട്ടുകാർ വിളിച്ചു പറയുന്നുണ്ടെന്ന് വസന്ത പറയുമ്പോ വന്ദന പറയുകയാണ്, നിങ്ങൾ കൂടുതൽ പറയണ്ട. കോളേജ് കാലത്ത് നിങ്ങൾ ചെയ്ത വൃത്തികേട് കോളേജ് പഠനം നിർത്തേണ്ടി വന്ന ഒരാങ്ങള ഇവിടെയുണ്ട്. അതാരാണെന്ന് വസന്ത ചോദിക്കുമ്പോ പ്രകാശ് ഏട്ടനെന്ന് വന്ദന പറയുന്നു. ഇത് കേൾക്കുന്ന വസന്ത ഞെട്ടലോടെ വന്ദനയെ നോക്കുകയാണ്. നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ മോളെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും. ഇത് കേൾക്കുന്ന വസന്ത പേടിയോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം ചന്ദ്രിക പുറത്തേക്ക് വരുന്നു. മോൾ എവിടെ പോകുന്നെന്ന് ചന്ദ്രിക ചോദിക്കുമ്പോൾ ജോലിയുടെ കാര്യത്തിനായിട്ട് പോവുകയാണെന്ന് വന്ദന പറയുന്നു. അത് വേണ്ട മോളെ, ഞാൻ വർഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രമിന്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി ശരിയാക്കാൻ. ഇത് കേൾക്കുന്ന വന്ദന ദേഷ്യത്തോട് പറയുകയാണ്, ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ, എനിക്ക് ആരുടെയും ഔദാര്യമൊന്നും വേണ്ട. എന്റെ ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വന്ദന അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വന്ദന വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഞാൻ അഡ്വക്കേറ്റ് SMC നായർ പറഞ്ഞിട്ട് വന്നതാണെന്ന് വന്ദന പറയുമ്പോ ആ അഡ്വക്കേറ്റ് വന്ദനയ്ക്ക് അവിടെ ജോലി കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ്. വന്ദനയുടെ ജോലിയുടെ കാര്യം വർഷ പറയുമ്പോൾ യോഗ്യതയുള്ളവരെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇന്റർവ്യൂ വെച്ചൊക്കെ അതിന് തിരഞ്ഞെടുക്കൂ, അല്ലാതെ കണ്ടവരെയൊന്നും ജോലിക്ക് കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിക്രം പുറത്തേക്ക് പോകുന്നു. ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വർഷ. പിന്നീട് കാണിക്കുന്നത് വന്ദനയെയാണ്. വിക്രമിന്റെ കമ്പനിയുടെ ഒരു ഫയൽ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വന്ദന പറയുകയാണ്, എന്താണെങ്കിലും അയാൾ അത്ര മാന്യനൊന്നുമല്ല. മിക്കവാറും മരുന്ന് കമ്പനിയുടെ മറവില് മറ്റെന്തെങ്കിലും ബിസിനസ് ആയിരിക്കും അയാൾ നടത്തുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ ഫയലിലേക്ക് നോക്കി നിൽക്കുകയാണ് വന്ദന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.